അറിയാം. ഈ 25 വർഷക്കാലം പരിശീലനത്തിലൂടെയും അതുപോലെ തന്നെ തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയിലൂടെയും വിശ്വസ്തയോടുകൂടി ആ സന്യാസ സമർപ്പിത ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപകൾ കൊണ്ടും അച്ഛന്റെ പരിശ്രമം കൊണ്ടും അച്ഛന്റെ വിളിയോടുള്ള ആ ഒരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ അവിശ്വസ്തയോ കൊണ്ടുമാണ്. തുടർന്നുള്ള ജീവിതത്തിൽ ഇതിലേറെയായിട്ട് കർത്താവിന് വേണ്ടി പ്രതീക്ഷ സഭയിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏറെ ഭംഗിയായി ചെയ്തുകൊണ്ട് കൂടുതൽ നല്ല ചെയ്യുവാനായിട്ട് അച്ഛനെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛന്റെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ ദിവസയിൽ സമർപ്പിക്കാം. അച്ഛന്റെ ഓരോ നിയോഗങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ അച്ഛൻ്റെ മനസ്സിലേറെ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുള്ള പല കാര്യങ്ങളുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഇവിടെ പുതുതായിട്ട് ഓർഡിനേഷൻ ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ഒരു നവവൈദികനാണ്. തീർച്ചയായിട്ടും ഏറെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ജോലി നന്നായിട്ട് നിർവഹിക്കാനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാതിരിക്കുകയാണ്. നമ്മളൊപ്പം തന്നെ അച്ഛൻ്റെ വളരെ അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ അച്ഛന് എത്തിയതാണ്. നമ്മോടൊപ്പം ദൈവത്തെ ഏൽപ്പിക്കാനായിട്ട് അച്ഛനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ആന്റണി ഒരു ഡോൺ ബോസ്കോ പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബത്തിന് ദൈവം നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ദാനം ഒരു വൈദികനാണ്. അർഹത കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല ഞാൻ ഒരു വൈദികനായിട്ടുള്ളത്, ഒരു സന്യാസി ആയിട്ടുള്ളത്. സലേഷ്യൻ സഭയിലെ ഡോൺ ബോസ്കോ സ്ഥാപിച്ച സലേഷ്യൻ സഭയിലെ അംഗമായി വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടും കാരുണ്യം കൊണ്ടും മാത്രമാണ് ഈ മഹത്തായ ശുശ്രൂഷയിലേക്ക്, പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 25 വർഷമായിട്ട് ദൈവം എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, പരിപാലനയോർത്ത്, സംരക്ഷണത്തെയോർത്ത് ദൈവത്തോട് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സന്യാസികളും വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ദൈവവിളി ഉണ്ടായിരുന്ന രൂപതകൾ ചങ്ങനാശ്ശേരിയും അതോടൊപ്പം തന്നെ പാലാ രൂപതകളുമായിരുന്നു. പക്ഷേ ദൈവവിളിയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്വാഭാവിക പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ടെലിവിഷൻ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും
വായിച്ചുകൊണ്ടേയിരിക്കുന്നു. സമൂഹം വഷളായിക്കൊണ്ടേയിരിക്കുന്നു. മറ്റേതൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അസ്വസ്ഥതകളിലൂടെ കടന്നുപോകുന്നു. മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ കൂടുതലായിട്ട് സുഖസൗകര്യങ്ങളും ആഡംബര വസ്തുക്കളുമൊക്കെ ഉണ്ടായിട്ടും, മറ്റൊരു കാലഘട്ടത്തെക്കാൾ കൂടുതലായിട്ട് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായിട്ടും, മറ്റൊരു കാലഘട്ടത്തെക്കാൾ കൂടുതലായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എങ്കിലും മുൻപ് ഉണ്ടായിരുന്ന അത്രയും സന്തോഷത്തിന്റെ തീവ്രത, നിർവൃതിയുടെ തീവ്രത, ആനന്ദത്തിന്റെ തീവ്രത കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വൈദികരുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ഉണ്ടാകുന്ന സ്വാഭാവിക പ്രത്യാഘാതം എന്താണ്? നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിനായി, സാന്ത്വനത്തിനായി, ഉൾബലത്തിനായി നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ സ്വകാര്യ നൊമ്പരങ്ങളെല്ലാം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തിരക്കിലാണ്. എൻ്റെ ഈ അസ്വസ്ഥത ആരോട് ഞാൻ പങ്കുവെക്കും? സ്വാഭാവികമായിട്ടും ഏറ്റവും ആദ്യം നമ്മൾ ആലോചിക്കുന്നത് ഒരു പ്രാർത്ഥന അർപ്പിക്കുക. എങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വൈദികരും സന്യാസികളും ഉണ്ടാകുന്നത്? മദർ തെരേസ എങ്ങനെയുണ്ടായി? അൽബേനിയയിൽ നിന്നും സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഇവിടെ ഇന്ത്യയിൽ വരാനായിട്ടുള്ള പശ്ചാത്തലം എന്തായിരുന്നു? ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മദർ തെരേസയെ വിളിച്ചുകൊണ്ടിരുന്നത് തെരേസ എന്നല്ലായിരുന്നു, ആഗ്നസ് എന്നായിരുന്നു. ആഗ്നസ് എങ്ങനെ തെരേസയായി? ആഗ്നസ് ഒരു ചെറിയ തൻ്റെ ബാല്യകാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം അമ്മ എവിടെയോ പോകുന്നതായിട്ട് ശ്രദ്ധിച്ചു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഒരു പൊതിയുമായിട്ട്. വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് അമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് രഹസ്യമായി പിന്നാലെ പോയി. ഒരു വീട്ടിലേക്കാണ് പോയത്. ഇവൾ ഒളിച്ചിരുന്നു. അമ്മ ഈ വീട്ടിനുള്ളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു വൃദ്ധയുടെ വീടായിരുന്നു. ആ വൃദ്ധയുടെ വീട്ടിൽ കയറി ചെന്നിട്ട് കിടപ്പിലായിരുന്ന വൃദ്ധയെ എഴുന്നേൽപ്പിച്ചിട്ട് കുളിപ്പിച്ച് വസ്ത്രം മാറ്റി അവിടെ ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം വാരിക്കൊടുക്കുന്നു. പിന്നീട് അവിടെ വീട് വൃത്തിയാക്കുന്നു. ഈ വൃദ്ധയുടെ വസ്ത്രങ്ങൾ അലക്കുന്നു. ഇതെല്ലാം കണ്ട് അത്ഭുത സ്തബ്ധയായ ഈ പെൺകുട്ടി ഉടൻ തന്നെ ഓടി അമ്മയെ കെട്ടിപ്പിടിച്ചു. ഏറ്റവും അപ്രതീക്ഷിതമായ സമയത്താണ് മോളെ കാണുന്നത്. അപ്പോൾ മോളോട് എന്താണ് അമ്മ പറഞ്ഞത്? മോളെ, ഇതാണ് സ്വർഗം. അത് ഒരു വഴിത്തിരിവിന്റെ അനുഭവമായി. മോള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോളെ പറ്റി ഒരു പരാതി വന്നു. അവളുടെ കൂട്ടുകാരികൾ ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളല്ല, മോശക്കാരാണ്. അപ്പൊ ചീത്ത കൂട്ടുകാരോടൊപ്പം സഹവസിക്കുമ്പോൾ അവളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആഗ്നസിന്റെ അമ്മ ഡ്രാമ ചെയ്തത്? ഒരു ദിവസം മാർക്കറ്റിൽ പോയി ഒരു കുട്ട നിറയെ ആപ്പിൾ വാങ്ങിച്ചുകൊണ്ടു. എന്നിട്ട് മോളെ വിളിച്ചു, അടുക്കളയിലേക്ക് വിളിച്ചു. എന്നിട്ട് മോളോട് പറഞ്ഞു, അലമാര തുറക്കുക, അലമാരയ്ക്കകത്ത് ഒരു ആപ്പിൾ ഇരിപ്പുണ്ട്, ആപ്പിൾ കൊണ്ടുവരിക. അപ്പോൾ ആഗ്നസ് പറഞ്ഞു, ഇത് ചീഞ്ഞ ആപ്പിളാണ്, ആ കുഴപ്പമില്ല, കൊണ്ടുവരിക. എന്നിട്ട് ഈ കുട്ട തുറന്നു, നിറയെ നല്ല ആപ്പിളുകൾ. മോളോട് പറഞ്ഞു, ആ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ആപ്പിൾ ഈ കുട്ടയ്ക്കകത്ത് വയ്ക്കുക. എന്നിട്ട് കുട്ട അടച്ചു വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മോളെ വിളിച്ചു വീണ്ടും അടുക്കളയിലേക്ക്. ആ കുട്ട തുറക്കുക. കുട്ട തുറന്നു നോക്കി. എന്താണ് സംഭവിച്ചത്? ആ നല്ല ആപ്പിളുകൾ മുഴുവനും ചീഞ്ഞ ആപ്പിൾ വന്നതോടുകൂടിയിട്ട് ചീയാൻ തുടങ്ങി.
എന്നിട്ട് അമ്മ മോളോട് പറഞ്ഞു, നീ